അറബിക്കടലിൽ MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ മുങ്ങിയിട്ട് ഒരു മാസം പിന്നിടുന്നു. ചരക്ക് കപ്പലിൽ നിന്ന് ധാരാളം കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിഞ്ഞു കയറി. നമ്മുടെ തീരമേഖല ആകെ ആശങ്കയിലായിരുന്നു. ഒരുപാട് മാലിന്യം അങ്ങനെ നമ്മുടെ തീരദേശത്ത് അടിഞ്ഞ് കൂടുകയും ചെയ്തു. നമ്മുടെ തീരദേശത്ത് വറുതിയുടെ നാളുകളാണ്. ട്രോളിംഗ് നിരോധനം നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ കാലവർഷ കെടുതിയുണ്ട്. എന്നാൽ ഈ മേഖലയിൽ ചില സ്ഥലങ്ങൾ, ചില പോയിന്റുകൾ പ്രത്യേകം എടുത്തു പറയുമ്പോൾ വർക്കല പാപനാശം തീരവും അതുപോലെ തന്നെ വർക്കല ബീച്ച്, വർക്കല ക്ലിഫ് എന്നൊക്കെ പറയുന്നത് ടൂറിസത്തിന് ധാരാളം പ്രാധാന്യമുള്ള കേന്ദ്രമാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയുടെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണ് വർക്കല ബീച്ച്. ഈ വർക്കല ബീച്ചിലും ഇതുപോലുള്ള കണ്ടെയ്നർ മാലിന്യങ്ങൾ വന്ന് അടിഞ്ഞുകൂടിയിരുന്നു. ആദ്യം പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് മാലിന്യങ്ങൾ, കുറച്ചല്ല ഒരുപാട് മാലിന്യം വന്ന് അടിഞ്ഞുകൂടി. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും പോലീസും ഒക്കെ ചേർന്ന് മാറ്റാൻ ആരംഭിച്ചു. കുറേ മാറ്റിക്കഴിഞ്ഞു. പിന്നെ കുടുംബശ്രീക്കാർ വന്നു. അപ്പോഴേക്കും ജില്ലാ കളക്ടർ പറഞ്ഞു, സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ആരും അതിന് ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ ഹരിതകർമ്മ സേനക്കാർ വന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ, സുരക്ഷ പ്രമാണിച്ച് ആരും ഇതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. കുറേയൊക്കെ ചാക്കിൽ കെട്ടിയൊക്കെ മാറ്റി വച്ചിരുന്നു. എന്നാൽ ഈ സുരക്ഷ എന്ന് പറയുമ്പോൾ ഇവിടെ സഞ്ചാരികൾ വരുമ്പോൾ ഈ സുരക്ഷാ മാനദണ്ഡം പ്രശ്നമാണോ? സഞ്ചാരികളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ, അല്ലെങ്കിൽ വിലക്കാൻ അത്രയും പോലീസുകാരുണ്ടാകണം. വർക്കല പോലീസ് സ്റ്റേഷനിലെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം, എത്ര പോലീസുകാരുണ്ടെന്ന്. പിന്നെ വർക്കലയിൽ നിന്നും പിന്നെ പോലീസ് എയ്ഡ് പോസ്റ്റ്, പാപനാശത്തെ പോലീസ് എയ്ഡ് പോസ്റ്റിനെ കുറിച്ച് നമുക്കറിയാം. പരിമിതമായ ആൾബലവും അംഗസംഖ്യയും ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവരെ കൊണ്ട് ഈ സഞ്ചാരികളെ നിയന്ത്രിക്കാൻ പറ്റില്ല. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആളുകൾ വരുന്ന സ്ഥലമാണ്. ഇവിടെ സഞ്ചാരികൾ വരുമ്പോൾ സഞ്ചാരികളെ നിയന്ത്രിക്കണം, പിന്നെ അവരുടെ സുരക്ഷ നോക്കണം. പിന്നെ ഈ കാലവർഷം കുത്തി ഒലിച്ചു പെയ്യുന്ന, കുത്തി ഇടിച്ചു പെയ്യുന്ന മഴ, ഇതൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഈ വർക്കല ബീച്ചിൽ. ഈ മാലിന്യം എന്ന് നീക്കും? ഈ മാലിന്യ കൂമ്പാരം എന്ന് ഒഴിഞ്ഞു പോകും ഈ ബീച്ചിൽ നിന്ന്? ഒരു എത്തും പിടിയുമില്ല. ആരും ഒരു നിർദ്ദേശവും കൊടുക്കാനില്ല. അതുകൊണ്ടാണ് ഈ വാർത്ത ഞാൻ അവതരിപ്പിക്കുന്നത്. പോലീസുകാർക്ക് ഒരു നിശ്ചയമില്ല. സർക്കാരിന്, പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ നിന്ന് ഇങ്ങനെ ഒരു അനാസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു? ഇത് നോക്കുകയാണെങ്കിൽ വലിയ അനാസ്ഥയാണ്. മറ്റൊന്നുമല്ല, നീർച്ചാലുകൾ ഒഴുകി ചേരുന്ന ഇടമുണ്ട് പാപനാശത്ത്. ഈ നീർച്ചാലുകൾ ഒഴുകി ചേർന്ന ഇടത്ത് നിങ്ങൾ കാണുന്നില്ല. ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പോയി പകർത്തിയ ദൃശ്യങ്ങളാണ്. ഞങ്ങളുടെ ഗ്രൗണ്ട് റിപ്പോർട്ടർമാർ പോയി പകർത്തിയ ദൃശ്യങ്ങളാണ്. അവിടെ ടാർപ്പാളിൻ മൂടി വച്ചയ്ക്കുകയാണ് ഈ മാലിന്യം. ഈ മാലിന്യത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിനകത്ത് എന്താണ്? അല്ലെങ്കിൽ ഈ വസ്തുക്കൾ ഉപദ്രവകാരിയാണോ? ഇതൊന്നും ഇതുവരെ ഒരു പരിശോധനയ്ക്കും വിധേയമാക്കിയിട്ടില്ല. ഉപദ്രവകാരിയല്ല, മീൻ കഴിക്കാമെന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം ആളുകൾ പറയുന്നുണ്ട്. കടൽ മത്സ്യം കഴിക്കുന്നതിന് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ തീരത്ത് അടിഞ്ഞുകൂടിയ ഈ മാലിന്യം എന്ന് നീക്കം ചെയ്യും? മറ്റു പല സ്ഥലങ്ങളിലും ഇത് നീക്കം ചെയ്യാൻ ആളുകൾ എത്തിക്കഴിഞ്ഞു. നീക്കം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടു. തമിഴ്നാട്ടിൽ ഇതേ സംഭവം ഉണ്ടായി. അവിടെ വളരെ വേഗം തന്നെ എല്ലാ മാലിന്യവും നീക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല? ഇത് ആരുടെ അനാസ്ഥയാണ്? വർക്കല ബീച്ച് വേറെ രണ്ടാം കുടിയിലുള്ളതാണോ? കേരള സർക്കാരിൻ്റെയോ കേരള ടൂറിസം വകുപ്പിനെയോ കീഴിലുള്ളതല്ലേ? ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് ഇതിനകത്ത് ഉത്തരവാദിത്വമൊന്നുമില്ലേ? പോലീസുകാർ തുടങ്ങി വെച്ചപ്പോൾ ജില്ലാ ഭരണകൂടം പറഞ്ഞു നിർത്തിവെക്കൂ. ശരി, അവർ നിർത്തിവെച്ചു. കുടുംബശ്രീക്കാരും ഹരിത കർമ്മസേനയും ഇടപെട്ടു, സന്നദ്ധ പ്രവർത്തകർ ഇടപെട്ടു. അവരൊക്കെ മാലിന്യം നീക്കാൻ തയ്യാറാണ്. പക്ഷെ അവരോടൊക്കെ അത് പറഞ്ഞിരിക്കുന്നത് വേണ്ട എന്നാണ്. ഇത് അവിടുത്തെ പ്രാദേശിക കൗൺസിലർമാർ, ആളുകൾ, പൊതുജനങ്ങൾ പറയുന്നത് കേൾക്കൂ. അനിൽകുമാർ എന്ന കൗൺസിലർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഏകദേശം ഒരു മാസം മുമ്പ് നമ്മുടെ അറബിക്കടലിൽ ഒരു ഷിപ്പ് മറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കണ്ടെയ്നർ നമ്മുടെ തീരത്ത് പല സ്ഥലത്തും അടിഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ വർക്കല പാവനാശത്തും ഒരു കണ്ടെയ്നർ അടിഞ്ഞു. അതിൽ നിന്ന് വന്ന വസ്തുക്കൾ നമ്മുടെ പാവനാശം ഏരിയ കംപ്ലീറ്റ് പരക്കുകയായിരുന്നു. ഉടനടി തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ പോലീസിൻ്റെ ഉന്നത അധികാരികളുടെ നിർദ്ദേശപ്രകാരം വർക്കല പോലീസ് അതിരാവിലെ തന്നെ അതിൻ്റെ ക്ലീനിങ് ആരംഭിച്ചെങ്കിലും ബഹുമാനപ്പെട്ട കളക്ടറുടെ ഉത്തരവ് പ്രകാരം 12 മണിയോടെ അത് നിർത്തിവെക്കുകയും അതിൻ്റെ നിയമപ്രകാരമുള്ള നടപടികൾക്ക് ശേഷം ആരംഭിക്കാമെന്നുള്ളൊരു നിർദ്ദേശത്തിൻ്റെ മുകളിലാണ് അത് നിർത്തിവെച്ചത്. കേട്ടില്ല, അനിൽകുമാർ പറയുന്നതിൽ നിന്ന് കാര്യമൊക്കെ വ്യക്തമാണ്. ഇനി ഇത് ടൂറിസത്തിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും പ്രശ്നമാണെങ്കിൽ ഇവിടെ വിശ്വാസികളുടെ ആചാരക്രമം അനുസരിച്ച് ബലിതർപ്പണത്തിന് ധാരാളം ആളുകൾ എത്തുന്ന സ്ഥലമാണ് പാപനാശം.
ഇവിടെ ബലിതർപ്പണത്തിനെത്തുന്ന ആളുകളുടെ കാലിന് പ്രശ്നമുണ്ടാകുന്നു, വ്രണങ്ങൾ വരുന്നു ഈ വെള്ളത്തിൽ ചവിട്ടിയിട്ട്. എന്ത് മാലിന്യമാണിത്? ഇവിടെ ഈ പ്രശ്നമുണ്ടാകുന്നു. ഇങ്ങനെ ഈ മാലിന്യ കൂമ്പാരം ഇരിക്കുന്നത് ബലിതർപ്പണത്തിനെത്തുന്ന ആചാരക്രമമനുസരിച്ച് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്താൻ എത്തുന്ന വിശ്വാസികൾക്ക് പ്രശ്നമുണ്ടാകുന്നു. ഇതിന് ആരുത്തരം പറയും? ഇത് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, ബലിതർപ്പണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. പരശുരാമ ക്ഷേത്രം പോലെ തന്നെ അത്രയും പുണ്യ സ്ഥലമാണ്, ഒരു സ്നാനഘട്ടമാണ് ഇത് പാപനാശം എന്ന് പറയുന്നത്. പല ഇടങ്ങളിൽ നിന്ന് ആളുകൾ വരുന്ന സ്ഥലമാണ്. തന്ത്രിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, തന്ത്രി പറയുന്നത് കേൾക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ കപ്പല് കടലിൽ മറിയുണ്ടായി. അതിനോടനുബന്ധിച്ച് കണ്ടെയ്നറുകൾ നമ്മുടെ പാപനാശനം കടപ്പുറത്ത് വന്ന് അടിയുകയും അതിനോടനുബന്ധിച്ച് ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്ന് ഈ പാപനാശനം കടപ്പുറത്ത് ഇരുന്നതും കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് ക്ലീൻ ചെയ്തെങ്കിലും നമ്മുടെ ഈ തോട്ടിലായിട്ട് കുറേ സാധനങ്ങൾ 2-3 ബോക്സ് സാധനങ്ങൾ അവിടെ തോട്ടിൽ കിടന്ന് ചീഞ്ഞ് ഈ ഒട്ടനവധി ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ബലിതർപ്പണത്തിന് വരുന്ന ആൾക്കാരും ഇവിടെ എത്തുന്ന സ്ഥലമാണ്. അവർക്ക് തന്നെ അത് വളരെയധികം അസഖ്യമായിട്ടിരിക്കുകയാണ്. ഇതിന് അനുബന്ധപ്പെട്ടിട്ടുള്ള അധികാരികൾ ഇത് കറക്റ്റായിട്ട് അതിനുള്ള നടപടികൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തന്ത്രി പറയുന്നതിൽ നിന്നും കാര്യം വ്യക്തമാണ്. ഇവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്, ഒരുപാട് ഈ ഇല്ലാത്തതിനും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വരെ കൊടിപിടിച്ച് സമരം ചെയ്യാൻ ആളുണ്ട്, ഈ ആചാരങ്ങളുടെ പേരിലും അനുഷ്ഠാനങ്ങളുടെ പേരിലും. ഇവിടെ ഇക്കാര്യത്തിന് വേണ്ടി ഒരുത്തൻ ശബ്ദം ഉയർത്തിയായിട്ട് കാണുന്നില്ല. ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ആരും വന്നതായിട്ട് കാണുന്നില്ല. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, 2ാം കുടിയിലുള്ളതാണോ വർക്കല എന്ന്. വർക്കല ടൂറിസം കേന്ദ്രം എന്ന് പറയുന്നതും വർക്കല ബീച്ച് എന്ന് പറയുന്നതും സംസ്ഥാന സർക്കാരിന് അത്യാവശ്യം വരുമാനമൊക്കെ നേടിക്കൊടുക്കുന്ന ഒരു ടൂറിസം കേന്ദ്രം തന്നെയാണ്, ഒരു ടൂറിസം മേഖല തന്നെയാണ്. ആ ടൂറിസം മേഖലയോട് ഇങ്ങനെ കണ്ണടച്ചു പിടിച്ച് ഇരുട്ടാക്കുന്ന ഒരു നയസമീപനം സർക്കാർ തുടരുന്നു. മുനിസിപ്പാലിറ്റി വേറൊരു വഴിയെ. ഇതെന്തൊരു ഇടപെടലാണ് നടത്തുന്നത്? ആ മാലിന്യമൊക്കെ നീക്കം ചെയ്യണം. അത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള മെല്ലെപ്പോക്കാണോ, അല്ല ഇനി കപ്പൽ കമ്പനിക്കാർ നേരിട്ട് വന്ന് മാറ്റാത്തത് കൊണ്ട് മാറ്റാത്തതാണോ, അല്ല ഇനി കേസ് നടക്കുന്നു, അവരുമായിട്ട് നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് നടക്കുന്നു, അതുകൊണ്ട് കാലാകാലങ്ങളോളം ഈ മാലിന്യ കൂമ്പാരം ഇതിവിടെ തന്നെ ഇരിക്കും എന്ന ശാഠ്യം വല്ലതുമുണ്ടോ? ഇതൊക്കെ അറിയേണ്ടതല്ലേ. ഏതായാലും വർക്കല ബീച്ചിൽ നിന്നും പാപനാശത്ത് ബലിയിടാൻ വരുന്ന ആളുകൾക്കും വർക്കല ബീച്ചിൽ ആഘോഷങ്ങൾക്ക് അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടി എത്തുന്ന സഞ്ചാരികൾക്കും ഇതൊരു തടസ്സമാണ്. ഈ കണ്ടെയ്നർ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ടൂറിസം വകുപ്പിനുണ്ട്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനുണ്ട്. അവരത് ഉത്തരവാദിത്വത്തോടുകൂടി മുന്നിൽ നിന്ന് മാറ്റിക്കൊടുക്കണം. അതിന് എന്ത് വില കൊടുത്തും അവർ തയ്യാറാകണം. ഇത് നാട്ടുകാരുടെ ആവശ്യമാണ്. അവിടെ കൗൺസിലർ പറഞ്ഞു കേട്ടു, തന്ത്രി പറഞ്ഞതും നമ്മൾ കേട്ട് കഴിഞ്ഞു.